ഹലോ ഗായ്സ്, അപ്പോൾ അതേ നമുക്ക് അടിപൊളി ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. ഇത് പൂഴ ചക്കയാണ് കേട്ടോ. തൊട്ടടുത്ത വീട്ടിലെ ആൻറ്റി നമുക്ക് വേവിക്കാൻ തന്നതാണ്. പിന്നെ വേണമെങ്കിൽ അത്യാവശ്യം കുറച്ച് വറക്കാനും എടുക്കാം. നമുക്കിപ്പോൾ എന്തായാലും എനിക്ക് ഇത്രയും പീസ് വേണ്ട. ഞാൻ അവിടെ വെട്ടുന്ന കണ്ടിട്ട് ഒരാൾ വന്ന് അടുത്ത് വന്നിരുന്ന് എന്നെ കളിയാക്കാണ്ട് അമ്മ ചക്കേനെ ഓപ്പറേഷൻ ചെയ്യുകയെന്നും പറഞ്ഞുകൊണ്ട്. അവൾക്കറിയില്ലല്ലോ ഇതിൻ്റെ പാട്. എങ്ങനെയൊക്കെയോ ഇതിൻ്റെ മടൽ ഞാൻ വെട്ടിക്കൂട്ടി മാറ്റി ചക്കയെല്ലാം അരിഞ്ഞിതാ ഓൾറെഡി ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ഇനിയല്ല, ഇത് കുറച്ച് ഇട്ടിട്ടുള്ളൂ, ബാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും എന്താ അരിയുന്ന ഇടയ്ക്ക് പറയുന്നുണ്ട്, അമ്മ എനിക്ക് കുറച്ച് വറുത്തും താ, അമ്മ എല്ലാം കൂടെ അങ്ങ് മെഴുക്കോട്ടി വെക്കല്ലേന്ന്. മെഴുക്കോട്ടിയൊന്നും അല്ല കേട്ടോ, അവൾക്കറിയില്ലല്ലോ ഇത് ചക്ക എന്തിനാണെന്നുള്ളത്. കാരണം അവൾ ഇതൊന്നും കഴിക്കില്ല, ആൾക്ക് ഇഷ്ടമല്ല. പഴുത്ത ചക്കയാണെങ്കിൽ വന്ന് അത്യാവശ്യം കഴിക്കുകയും ചെയ്യും. അങ്ങനെ ഇതാ കല്ലൂന് കുറച്ച് എടുത്ത് മാറ്റി വെച്ചു. എനിക്കുള്ളത് വേണ്ട കുക്കറിലോട്ട് അങ്ങ് കയറ്റാമെന്ന് വെച്ചു അടുപ്പത്ത്. അതാവുമ്പോൾ എളുപ്പം നമുക്ക് ചക്ക വേവിച്ച് കിട്ടും. അങ്ങനെ തന്നെ മലയാളികളുടെ നാടൻ രീതിയിൽ ഞാൻ ചക്ക വേവിച്ചെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ചക്ക വേവിച്ചതും പിന്നെ തലേ ദിവസത്തെ മീൻകറിയും കൂട്ടി ദണ്ട അടിപൊളി നല്ല ആവി പറക്കുന്ന ചക്ക വേവിച്ചതും മീൻകറിയും കൂട്ടി കഴിച്ചിട്ട് വരാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ ബൈ.